ലോകരാഷ്ട്രീയത്തിൽ വീണ്ടും പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പുതിയ നീക്കം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തനിക്ക് നിഷേധിച്ചതിലുള്ള കടുത്ത പ്രതിഷേധം നോർവേ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലൂടെ അദ്ദേഹം പരസ്യമാക്കിയിരിക്കുകയാണ്. ഇനി സമാധാനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ എനിക്ക് ബാധ്യതയില്ല എന്ന ട്രംപിന്റെ പ്രസ്താവന ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്താണ് ഈ വിവാദത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം? ഗ്രീൻലാൻഡും നൊബേൽ സമ്മാനവും തമ്മിലുള്ള ബന്ധമെന്ത്? നമുക്ക് പരിശോധിക്കാം. താൻ 8ഓളം യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടും തനിക്ക് നൊബേൽ നൽകാത്തത് നീതിയല്ലെന്നാണ് ട്രംപിന്റെ വാദം. ഇതിന്റെ പശ്ചാത്തലത്തിൽ താൻ ഇനി അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും മാത്രമായിരിക്കും മുൻഗണന നൽകുക എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമായും ഗ്രീൻലാൻഡ് അമേരിക്കയുടെ അധീനതയിലാകാനുള്ള തന്റെ നീക്കങ്ങളെ ഈ ബന്ധവുമായി അദ്ദേഹം ബന്ധിപ്പിക്കുകയും ചെയ്തു. ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഗ്രീൻലാൻഡ് എന്ന ദ്വീപ് അമേരിക്ക വാങ്ങാനുള്ള താല്പര്യം ട്രംപ് നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് ഡാനിഷ് സർക്കാർ തള്ളിക്കളയുകയായിരുന്നു. ഡെൻമാർക്കിന് ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കാൻ കഴിയില്ലെന്നും റഷ്യയുടെയും ചൈനയുടെയും ഭീഷണിയിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ അമേരിക്ക ഗ്രീൻലാൻഡിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഈ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണിയും അദ്ദേഹം മുഴക്കിയിട്ടുണ്ട്. തന്റെ വ്യക്തിപരമായ നേട്ടങ്ങളെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും നോബൽ സമ്മാനം പോലുള്ള ആഗോള ബഹുമതികളുമായി കൂട്ടിക്കെട്ടാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന കത്തിൽ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാക്കുന്നത് ആഗോള സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്നാണ് ട്രംപ് വാദിക്കുന്നത്. റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ തടയാൻ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാകണം. തനിക്ക് നോബൽ നൽകാത്തതിലൂടെ നോർവേയും യൂറോപ്യൻ രാജ്യങ്ങളും നന്ദികേടാണ് കാണിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഇനി മുതൽ ലോക സമാധാനത്തെക്കാൾ ഉപരി അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിരിക്കും താൻ മുൻഗണന നൽകുക എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഗ്രീൻലാൻഡ് വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത രാജ്യങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണിയും ഇതിലുണ്ട്. നൊബേൽ സമ്മാനം നൽകുന്നത് സ്വതന്ത്രമായ ഒരു സമിതിയാണെന്നും അതിൽ സർക്കാരിന് പങ്കില്ലെന്നും നോർവേ പ്രധാനമന്ത്രി വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ട്രംപ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സമാധാനത്തിന്റെ വക്താവ് എന്ന നിലയിൽ നിന്ന് മാറി അമേരിക്കയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ഗ്രീൻലാൻഡിന്റെ ഉടമസ്ഥാവകാശം തനിക്ക് വേണമെന്ന് ട്രംപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് രാജ്യത്തിന്റെ ഭാഗമായ ഒരു സ്വയംഭരണ പ്രദേശമാണ്. ഡെൻമാർക്കിലെയും ഗ്രീൻലാൻഡിലെയും നേതാക്കൾ ട്രംപിന്റെ ഈ ആവശ്യം ശക്തമായി നിരസിച്ചിട്ടുണ്ട്. ദ്വീപ് വിൽപ്പനയ്ക്കില്ലെന്നും ഗ്രീൻലാൻഡുകാർക്ക് അമേരിക്കയുടെ ഭാഗമാകാൻ താല്പര്യമില്ലെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സമ്മർദ്ദം സാമ്പത്തിക തലത്തിലും വ്യാപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച അമേരിക്ക ഗ്രീൻലാൻഡ് വാങ്ങാൻ അനുമതി ലഭിക്കുന്നതുവരെ യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് മേൽ വർദ്ധിച്ചുവരുന്ന താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള ട്രംപിന്റെ ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത്. നൊബേൽ സമ്മാനം ലഭിക്കാത്തതിലുള്ള നിരാശയും ഗ്രീൻലാൻഡിന്റെ തന്ത്രപരമായ പ്രാധാന്യവും ചേർന്നാണ് ട്രംപിന്റെ ഈ കടുത്ത നിലപാടുകൾക്ക് പിന്നിലെന്ന് വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുമ്പോഴും ലോകം വലിയ ആശങ്കയിലാണുള്ളത്. ഈ കത്ത് കേവലം ഒരു പരാതിയല്ല, മറിച്ച് വരാനിരിക്കുന്ന അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ തന്റെ വിദേശ നയം എത്തരത്തിലായിരിക്കും എന്നതിന്റെ സൂചന കൂടിയാണ്. ട്രംപിന്റെ ഈ കടുംപിടുത്തം യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുമോ, അതോ ഗ്രീൻലാൻഡ് വിഷയത്തിൽ പുതിയ പോർമുഖം തുറക്കുമോ? വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.